Hey all, welcome back to another video of Heavenly Handmade. This is Leenu. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് രണ്ട് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞേക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ആണ്. ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു എന്താണ് പാർട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഒരു മേക്കിംഗ് ആട്ടോ. നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുവാണെങ്കിലും നമുക്ക് എന്തിലാണോ കഴിവിരിക്കുന്നത്, നമുക്ക് ഏത് ബിസിനസ് ആണോ ഇഷ്ടം, നമുക്ക് എന്തായാലും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്, ഓരോ പാഷൻ ഉണ്ടല്ലോ. ആ ഒരു പാഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് ക്ലോത്തിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ക്ലോത്ത് സ്റ്റാർട്ട് ചെയ്യാം. ജ്വല്ലറിയെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയാനോ അത് മേക്ക് ചെയ്യാനൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇപ്പൊ വേറൊരാൾ ചെയ്യുന്നത് കണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. നമുക്ക് എന്താണോ എപ്പോഴും ബിസിനസ് വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ആശയങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം തന്നെ മാർക്കറ്റിൽ ഇറക്കുമ്പോഴത്തേക്കും ശരിക്കും അത് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രൊഡക്ട്സിനെക്കാട്ടിലും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് സെയില് കൂടുകയും ചെയ്യും. പിന്നെ നമ്മള് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനൂടെ നമ്മൾ പഠിക്കണം. പിന്നെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും മാക്സിമം നമ്മൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി, അതിപ്പോ വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നതിനും പ്രശ്നമില്ല, എന്നാലും അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നേർക്ക് നേരെ നിന്ന് ഫോണിൽ നോക്കി സംസാരിക്കുന്നതാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ കാണിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യൂസ് ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഈ വ്യൂസും ലൈക്സും എന്നൊക്കെ പറയാം, ഓർഡേഴ്സ് ഒക്കെ പറയാം, നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ചിലർക്ക് അത് കിട്ടുമായിരിക്കും ഒരു ലക്ക് അനുസരിച്ച്. അപ്പം നമ്മളത് മാക്സിമം അതിന് വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഫോൺ നമ്പർ, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ പുറത്ത് പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും ഓൺലൈൻ സെയിൽ ആണല്ലോ കൂടുതലും, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണല്ലോ കൂടുതലും. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം. നല്ല വെട്ടത്ത് വെച്ച് പ്രൊഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തെടുക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ ടൈം അനുസരിച്ച് നമ്മൾ ഈ അക്കൗണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് കുറെ നാൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ന ടൈമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം സെറ്റിങ്സ് ഒക്കെ നോക്കി ആ ഒരു ടൈം ഒക്കെ മനസ്സിലാക്കി നമ്മൾ വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫേസ് കാണിച്ചുള്ള വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു ജെന്യുവിനിറ്റി തോന്നാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബിസിനസ് ഒരു ജെന്യുവിൻ ആണെന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഷിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ആ എമൗണ്ട് കൂടെ പ്രൊഡക്റ്റിനകത്ത് ഉൾപ്പെടുത്തി ഫ്രീ ഷിപ്പിംഗ് ആക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ വാങ്ങിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. പിന്നെന്താണ്, പിന്നെ DTD, പിന്നെ പോസ്റ്റിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആക്കാൻ പറ്റും. DTDC ആണ് ഈ ചാർജിന്റെ വേരിയേഷൻസ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പം ഇത്രയൊക്കെ കാര്യം നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓർഡേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ. അതിപ്പം ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ഫുഡ് ആണെങ്കിലും, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആണെങ്കിലും, ജ്വല്ലറി ബ്രാൻഡ്സ് ആണെങ്കിലും, സാരി ആണെങ്കിലും, ഏതാണെങ്കിലും. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളാണെങ്കിൽ 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ആംഗ്ലെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം ഈ ഒരു ആംഗ്ലെറ്റ് ആണെങ്കിൽ ഇങ്ങനെ പണ്ടത്തെ, ഇപ്പോഴും അതുണ്ടെന്ന് തോന്നുന്നു, സിൽവർ ചെയിൻ ആട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മറ്റേ നമ്മുടെ മോത്തി നാട്ടിയ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട്, മോത്തിന്ന് പണ്ട് ചേച്ചിട്ട് കഴിയുന്നതുകൊണ്ട് ഐറ്റംസ് എല്ലാം ഞാൻ കൂടുതലും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ പുറത്തോട്ടൊക്കെ തിരക്കി പോകുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരക്കി അറിഞ്ഞെങ്കിലേ എനിക്കല്ലാതെ ഈ പുറത്തെ അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ചിലരാണെങ്കിൽ സാധനം അയക്കും, ചിലർ നമ്മൾ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ആയിരിക്കും സാധനം അയക്കുന്നത്. അപ്പൊ അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ആ ഒരു ട്രസ്റ്റ് നോക്കി വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ.
നമ്മൾ ഇൻസ്റ്റയൊക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയുടെ മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കാണെങ്കിൽ എറണാകുളത്ത് ഒരു സ്റ്റോർ ഞാൻ കണ്ടായിരുന്നു. അത് പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്താ. അവിടെ ബീഡ്സ് ഒക്കെ അത്യാവശ്യം വിലയുള്ള ബീഡ്സ് ഒക്കെ അത്യാവശ്യം കിട്ടും കേട്ടോ. പേര് ഞാൻ ഇനിയും കാണുവാണെങ്കിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ആംഗിളിൽ സത്യം പറഞ്ഞാല് 4 വയസ്സ് പ്രായമല്ലേ. അപ്പം നമ്മള് എത്ര എടുക്കുന്നത് വെച്ചാല് 18 സെന്റിമീറ്റർ ആട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു 18 സെന്റിമീറ്റർ നമ്മുടെ കയ്യില് നമുക്ക് കയ്യില് കൈച്ചെയിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അഡൾട്ട്സിന് കൈച്ചെയിനായിട്ട് ഉപയോഗിക്കാം. അത് കുട്ടികൾക്കത് കൊലുസായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ 18 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു സൈസ് ചാർട്ട് നോക്കിയിട്ടാട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ പണ്ടത്തെ ഒരു കൊലുസ് ഉണ്ടല്ലോ, ഇങ്ങനെ മണിമണി പോലത്തെ കൊലുസ്, അതുപോലത്തെ ഒരു കൊലുസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഞാൻ ഈ ചെറിയ ഗുങ്കുരു അല്ല, വലിയ ഗുങ്കുരു ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് സൗണ്ട് ഉള്ളത് കൊണ്ട് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ സൗണ്ട് ഇല്ലാത്ത ആട്ടോ എടുത്തിരിക്കുന്നത്. സൗണ്ട് ഉള്ളതാകുമ്പോഴത്തേക്കും നല്ല സൗണ്ട് ആയിരിക്കും അതിന്. ഇപ്പം സൗണ്ട് ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഗോൾഡ് എടുക്കാത്തതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഗോൾഡ് എടുക്കാത്ത എന്താന്ന് വെച്ചാല്, പ്ലേറ്റഡ് ആവുമ്പോ നമുക്ക് അത് വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാത്ത ഓക്സിഡൈസ്ഡ് ആവുമ്പോഴത്തേക്കും നമുക്കത് ഡെയിലി യൂസിന് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പം വെള്ളമൊക്കെ ചിലരുടെ വേർപ്പ് മൂലമൊക്കെ ഇങ്ങനെ കളർ ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സിൽവറിന് പക്ഷെ ആ ഒരു പ്രശ്നം എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ ഒരു ഇതില് ചെയ്യാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ചെയിൻ നമ്മൾ ആ ഒരു ലെങ്തില് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അറ്റത്ത് രണ്ടും കൊളുത്തും ബാക്ക് ചെയിനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് ജംറിങ് വെച്ചിട്ട് ഗുങ്കുരൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ ഒരു ആംഗ്ലെറ്റിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ബിസിനസ് ടിപ്സ് ഇനി അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാല് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ ഇതിനകത്തൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് എപ്പോഴും അത് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം ഒരു ഓർഡറെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 വീഡിയോസ് ഒക്കെ ഇട്ടെങ്കിൽ ചിലപ്പം റീച്ച് ആവാത്ത അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 സമയത്ത്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പോൾ രാവിലെ ഇടുവാണെങ്കിൽ പിന്നെ അടുത്ത് ഉച്ചയ്ക്ക് ഇടണം, പിന്നെ വൈകിട്ട് ഇടണം. അങ്ങനെ നമ്മൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പം നമ്മളിങ്ങനെ വിചാരിക്കും ഇത്രയും റീലൊക്കെ ഇടുമ്പോൾ ആൾക്കാർ എന്ത് അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിന് വേണ്ടി നമ്മളിപ്പോ എന്താണോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കറണ്ട് പ്രൊഫൈൽ എടുക്കാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊരു ക്രിയേറ്റർ വൈസ് അക്കൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ റീച്ച് ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താലും ചിലപ്പം അങ്ങനൊന്നും ചിലപ്പം റീച്ച് ആണോന്നൊന്നും ഇല്ല. എന്നാലും നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഉദിക്കുന്ന ഐഡിയ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അതിന് വേറെ ആരെയും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരണം, നമുക്ക് ജീവിക്കണം, ആ ഒരു ടെൻഡൻസിയിൽ അങ്ങ് പോയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വേറെ ആരുടെ കാര്യങ്ങളിലും ഇടപെടാതെ നമുക്കും ജീവിക്കണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയിൽ അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ആംഗ്ലെറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ ടൈം വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇടുക കേട്ടോ. അപ്പം രാവിലെ ഇടുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരെണ്ണം ഇടണം, വൈകിട്ട് ഒരെണ്ണം ഇടണം. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി, ഒരു ഷെഡ്യൂൾ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇടുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായെന്നും വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.